നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്കൂട്ടറിൽ ഞെങ്ങി ഞെരിങ്ങി 3 പേര് അത്രയും റിസ്ക് എടുത്ത് പോയേണ്ട കാര്യം എന്തായിരുന്നു? വന്ദനജി, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. കുഞ്ഞുങ്ങളെപ്പോഴും മുറിയിൽ ചടഞ്ഞുകൂടി ഇരിക്കാണോ വേണ്ടത്? വല്ലപ്പോഴും ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോണ്ടേ? ജഗനോ, വാ ഇരിക്കും മോനെ. ഇവിടെ ഇരിക്കേ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഓക്കെ. ഹരിതേ, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അത് മനോജിന്റെ 2 വീലറിന്റെ ഷോക്ക് അബ്സോർബർ കേടാ. അതൊന്ന് ശരിയാക്കണം. അത് മനോജല്ലേ സാധാരണ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുന്നത്? ഒരു തട്ടിക്കൂട്ട് വർക്ക്ഷോപ്പിലാ മനോജ് വണ്ടി കൊണ്ടുപോയി റിപ്പയർ ചെയ്യുന്നത്. ചേട്ടന് പരിചയമുള്ള, അല്ലെങ്കിൽ വേണ്ട, ചേട്ടന്റെ വർക്ക്ഷോപ്പിൽ തന്നെ ശരിയാക്കിയേ പറ്റൂ. എനിക്കതിൽ കയറി പോകാനുള്ളതാ. അറിയാലോ, ഈ സമയത്ത് വലുതായിട്ട് കുലുങ്ങാൻ പാടില്ല എനിക്ക്. അതിനെന്താ, നിനക്ക് അച്ഛനോട് പറഞ്ഞ് ഞാനൊരു കാർ വാങ്ങിച്ചു തരാം. വേണ്ട. ഇപ്പൊ വന്നോളൂ. ദീമോളെ, ദീമോളെ, എന്താ ഇത്? മുഖം കടന്നിൽ കുത്തിയതുപോലെ ഉണ്ടല്ലോ. ഞാൻ ദീമോളെ എവിടെയെല്ലാം നോക്കി. കുട്ടിക്കാകെ ബോറടിക്കാണ് ജഗ. കൂടെ കളിക്കാനും ചിരിക്കാനും ഒന്നും ആരും ഇല്ലല്ലോ. കാലിന് പ്രശ്നമായതുകൊണ്ട് വന്ദനെ അങ്ങനെ എവിടേക്കും കൊണ്ടുപോകാറുമില്ല. കൊച്ചുകുട്ടിയല്ലേ, മുഖം വീർപ്പിച്ചിരിക്കാന്നല്ലാണ്ട് അവൾക്ക് എന്താ ചെയ്യാൻ കഴിയ? കഷ്ടമാണല്ലോ. എന്റെ ദിയക്കുട്ടി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് വൃത്തികേടാണല്ലോ. ദേ, സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോവും. ദിയ മോളെ, 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 വേണ്ട, ആരും എന്നെ കൊഞ്ചിക്കണ്ട. എന്റെ കൂടെ ആരും കളിക്കാൻ വരുന്നില്ല. ഗോകുൽ ചേട്ടൻ പോലും തീമളെ മൈൻഡ് ചെയ്യുന്നില്ല. വന്ദനമ്മയ്ക്കും വലിയ ജാടയാ. തീമൾക്ക് ആരും കൂട്ടില്ല അങ്കിളെ. ഓ, ഇതൊരു ഗുരുതരമായ വലിയ പ്രശ്നമാണല്ലോ. ഒറ്റപ്പെടുത്തലിനെതിരെ ജഗനങ്ങളെ ഒരു പ്രതിഷേധ സമരം നടത്താൻ പോവാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മോള് എന്റെ കൂടെ കറങ്ങാൻ വാ. നമുക്ക് ഈ ഭൂഗോളം മൊത്തം ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാം. അപ്പൊ എന്റെ മോളുടെ ബോറടി എന്ത് ചെയ്തു? എന്താ? ഞാൻ റെഡി. അല്ല, അതിപ്പോ ഒന്നും പറയണ്ട. കുട്ടിയുടെ ബോറടി കണ്ടിട്ട് എനിക്കും വിഷമാവുന്നുണ്ട്. മോളെ കൂടെ കൂട്ടിക്കൊണ്ടുപോ. അല്ല, മനോജ് കൂടെ പോകുന്നില്ലേ? ഇല്ല, ഞാൻ പോകുന്നില്ല. അത് ശരിയാവില്ല. ഏട്ടാ, ഏട്ടന്റെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിന് മനോജിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇനി റിപ്പയറിങ്ങിനൊക്കെ ആ വർക്ക്ഷോപ്പിൽ പോയാൽ മതി. മതി. എന്നാ പോവാ മനോജ്. അതിപ്പോ 3 പേര് ഒരുമിച്ച് 2 വീലറിൽ പോയാൽ ശരിയാവൂ? എന്റെ വണ്ടി കൂടി എടുക്കായിരുന്നു, പക്ഷെ ട്രിപ്പിൾസ് ഒരു സുഖ. പിന്നെ ജഗന്റെ വണ്ടി പെറ്റിയടിക്കാൻ ഇവിടെ ഒരു പോലീസുകാരനും ധൈര്യം ഉണ്ടാവില്ല. നാളെ ഞാൻ മന്ത്രിയായാലോ എന്നുള്ള ഭയം കാണില്ലേ? എന്നാ ഞാൻ വണ്ടി ഓടിക്കാം. ഓ, ആയിക്കോട്ടെ. മോനെ, സൂക്ഷിച്ചു പോണേ. ശരി ശരി അമ്മേ. കുട്ടി വാ.
ആ. ഭദ്രമ്മ ആന്റി ബൈ. ദീമോൾക്കൊരു ജീവൻ വീണു. പിന്നല്ലാതെ കുട്ടിക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ് ഒക്കെ. അതെ, ഇങ്ങനെ ബൈക്കിൽ കുത്തിത്തിരികളുടെ പോക്ക് അത്ര ശരിയല്ല. ദേമോളെയും കൊണ്ട് അവര് പോയിട്ട് നേരെ എത്രയായി? ഇതുവരെയും കാണുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന്. എല്ലാവരും കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്യല്ലേ. സ്കൂട്ടറിൽ ഞെങ്ങി ഞെരിങ്ങി 3 പേര് അത്രയും റിസ്ക് എടുത്ത് പോയേണ്ട കാര്യം എന്തായിരുന്നു? വന്ദനജി, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. കുഞ്ഞുങ്ങളെപ്പോഴും മുറിയിൽ ചടഞ്ഞുകൂടി ഇരിക്കുകയാണോ വേണ്ടത്? വല്ലപ്പോഴും ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോണ്ടേ? ജഗൻ ചേട്ടനും മനോജും അല്ലേ കൂടെ ഉള്ളത്? അതിനേക്കാൾ വലിയ സെക്യൂരിറ്റി വേണോ ദീമോൾക്ക്? വേണം. ഞാൻ അടുത്തുള്ളതിനേക്കാൾ സെക്യൂരിറ്റി കുഞ്ഞിന് മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അതെന്റെ സ്വാർത്ഥത കൊണ്ട് തോന്നുന്നതായിരിക്കും. എന്നാലും എനിക്കതാ ശരിയെന്ന് തോന്നുന്നത്. അതെ, നിന്റെ സ്വാർത്ഥത കൊണ്ട് തോന്നുന്നതാ. രാജീവിനോടും വിദ്യാമ്മയോടും ഒപ്പമാണ് കുട്ടി വളർന്നിരുന്നതെങ്കിൽ ഈ അവസ്ഥയിലാണ് അവള് വളരുന്നത്. കുട്ടിക്ക് വേണ്ടി അവരെന്തൊക്കെ ചെയ്യുമായിരുന്നു, എവിടെയൊക്കെ ടൂറ് കൊണ്ടുപോകായിരുന്നു. രാജീവിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കളേക്കാൾ വലുതായി നിനക്ക് വേണ്ടത് ദിയമോളെ മാത്രമായിരുന്നു. നിന്റെ ആ മനസ്സിന്റെ വലിപ്പം ഒരുപക്ഷെ ഒരു പെണ്ണിനും ഉണ്ടാവില്ല. മോൾക്ക് വേണ്ടുവോളം സ്നേഹവും പരിരക്ഷയും ഒക്കെ നീ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ പുറം ലോകത്തേക്കൊക്കെ പോയി ഒന്ന് സന്തോഷിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ല എന്നൊരു തോന്നല് കുട്ടിക്ക് ഉണ്ടാകരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.